ഇപ്പോൾ ഇവിടെ എല്ലാ വർഷവും മഴക്കാലം തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഞാൻ CIFTയിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം ഇതുപോലുള്ള മത്സ്യക്കുരുതി ഉണ്ടായിട്ട് അവിടെ പോയി സാമ്പിൾ എടുക്കലും പരിശോധിക്കലും എല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാര്യം, പല ഫാക്ടറികളും പ്രത്യേകിച്ച് ഹസാഡസ് ആയിട്ടുള്ള പൊള്ളൂട്ടൻ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫാക്ടറികൾ അവരുടെ മാലിന്യം വേനൽക്കാലത്ത് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ സൂക്ഷിക്കും. എന്നിട്ട് മഴക്കാലം തുടങ്ങുമ്പോൾ നല്ല ശക്തിയിൽ വെള്ളം പുഴയിൽ ഒഴുകുമല്ലോ, ആ സമയത്ത് ഇത് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സാധ്യത. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചെന്നാൽ, ഈ മാലിന്യം തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവിൽ കാര്യമായ പൊള്യൂഷൻ ഉണ്ടാക്കും. ഉടനെ കുറേ മത്സ്യങ്ങൾ ചാവും. സാധാരണ മത്സ്യം ചത്തുന്നാൽ അത് താന്നു പോകും. ഒരു 5-8 മണിക്കൂർ കഴിയുമ്പോഴാണ് അത് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം മനുഷ്യരുടെ അല്ലെ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ പൊള്ളൂട്ടൻ്റ് റിലീസ് ചെയ്ത് ഒരു 10 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ 10 മണിക്കൂർ കഴിഞ്ഞത് കാണുമ്പോഴത്തേക്കോ ആൾക്കാർ പ്രശ്നമായി വെള്ളത്തിൻ്റെ സാമ്പിൾ എടുക്കുകയായി, പരിശോധിക്കുകയായി. ഇങ്ങനെയൊക്കെ പിന്നീടാണ് സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മലവെള്ളപ്പാച്ചിലിൽ ഈ പറഞ്ഞ പൊള്ളൂട്ടൻ്റ് ഒഴുകി കിലോമീറ്ററുകൾ താണ്ടിയിരിക്കും. അത് ഡൈല്യൂട്ടായും പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് സാമ്പിൾ എടുത്തെന്നാൽ ഒരു കാരണവശാലും ആരാണ് ഈ പൊള്ളൂട്ടൻ്റ് റിലീസ് ചെയ്തത്, എന്താണ് ഈ പൊള്ളൂട്ടൻ്റ് എന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ പൊള്ളൂട്ടൻ്റ് റിലീസ് ചെയ്തത് ആരാണെന്ന് കാണണമെങ്കിലും, എന്തുകൊണ്ടാണ് പൊള്ളൂഷൻ ഉണ്ടായെന്ന് കാണണമെങ്കിലും, ഈ പൊള്ളൂഷൻ നടത്തുന്ന ഓരോ ഫാക്ടറിക്കും അവരുടെ എഫ്ലുവൻ്റ് റിലീസ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് സിസ്റ്റം വെക്കണം. എന്നാൽ മാത്രമേ ഒരു നിശ്ചിത സമയത്ത് പൊള്ളൂട്ടൻ്റ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അത്തരത്തിലൊരു സംവിധാനം നിലവിലില്ല. അതെനിക്കാണ് പൊള്യൂഷൻ കൺട്രോൾ ബോർഡിനും അത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സാധാരണ ചെയ്യണത് എന്താണ്? ഇതുപോലെ കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്കും ചെന്ന് പരിശോധിക്കും. കംപ്ലൈൻറ്റ് വരുമ്പോൾ പരിശോധിക്കാൻ ചെന്നാൽ ആ കംപ്ലൈൻറ്റിന് അടിസ്ഥാനമായിട്ടുള്ള പൊള്ളൂട്ടൻ്റ് ഒഴുകി പോയിട്ടുണ്ടാവും. യാതൊരു കാരണവശാലും പിടികിട്ടില്ല. ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സത്യത്തിൽ 3 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പ്രശ്നം നമ്മൾ ഈ കാണുന്ന മത്സ്യക്കുരുതി, അതാണ് പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. പിന്നെ ഈ പൊള്ളൂട്ടൻ്റ് ഒഴുകി താഴത്തോട്ട് പോകുമ്പോൾ, കടലിലോട്ടൊക്കെ പോകുമ്പോൾ പോണ വഴിയിൽ അത് ഡൈല്യൂട്ട് ആവുകയാണ്. ഡൈല്യൂട്ടായെന്നാൽ അത് അതായത് വീര്യം കുറഞ്ഞ ലെവലിൽ ഫിഷ് ഫാം, പാഡി ഫാം, അതുപോലെയുള്ള പല ഫാമിംഗ് ആക്ടിവിറ്റീനെയും അത് ബാധിക്കും. അത് ഇമ്മീഡിയറ്റായിട്ട് പ്രകടമായ ലക്ഷണമൊന്നും കാണിക്കില്ല. ഒരു പക്ഷേ പൊക്കാളി കൃഷിയുടെ നെല്ലെടുത്ത് നോക്കിയാൽ, ആ നെല്ല് അല്ലെങ്കിൽ ആ അരി പരിശോധിച്ചാൽ അതിൽ ഈ മാലിന്യം അക്കൂമുലേറ്റ് ചെയ്യും. അതുപോലെ വളർത്തുന്ന മത്സ്യങ്ങളിൽ ഈ മാലിന്യം അക്കൂമുലേറ്റ് ചെയ്യും. ഒരുപക്ഷെ ടോക്സിക് ലെവലിലേക്ക് അക്കൂമുലേറ്റ് ചെയ്യില്ലായിരിക്കാം. പക്ഷേ അതിനകത്ത് കാര്യമായ തോതിൽ ഇത് ബയോ അക്കൂമുലേഷൻ എന്നാണ് പറയുന്നത്. എത്ര നാളിത് റിലീസ് ചെയ്യുന്നോ അത്രയും കാലം അത് ആ കൃഷി ഉൽപ്പന്നത്തിലോ ഫാം ചെയ്യുന്ന ഉൽപ്പന്നത്തിലോ വർദ്ധിച്ച തോതിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് മേടിച്ച് കഴിക്കുന്ന ആളുകൾക്കും ഭാവിയിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും. പിന്നെ ഈ പോകുന്ന ജലം അത് അരിച്ചിറങ്ങി പരിസരം എന്ന് പറഞ്ഞാൽ ഒരു 10-20 കിലോമീറ്റർ ചുറ്റുപാടിലുള്ള കുഴൽ കിണർ, അതുപോലെ ഉറവ്, ഇതിലോട്ടൊക്കെ അരിച്ചിറങ്ങി ചെല്ലും. എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ കുറച്ച് ആളുകൾ ഉപയോഗിക്കുന്ന, ഒന്നിലെ കുളിക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഈ പൊള്ളൂട്ടൻ്റ് കലരുന്നുണ്ട്. തൽഫലമായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുജനത്തിനുണ്ടാവും.
പക്ഷേ ഇതൊന്നും ഈ പൊള്ളൂട്ടൻ്റായിട്ട് ആരും ബന്ധപ്പെടുത്തുന്നില്ല. ശരിക്ക് നോക്കിയാൽ ഇത്തരത്തിലുള്ള പല രോഗങ്ങളുടെയും ഉറവിടം നമുക്ക് ഇത്തരത്തിൽ പൊള്ളൂട്ടൻ്റ് റിലീസായി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും. ശരിയായ ഒരു ശാസ്ത്രീയ പഠനം അതിന് ആവശ്യമുണ്ട്. ആ പഠനത്തിലാണ് ആദ്യ പടിയാണ് ഈ പൊള്ളൂട്ടൻ്റ് റിലീസ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടിന്യൂസ് മോണിറ്ററിങ്. ഇപ്പോൾ നമ്മുടെ ഹൈവേയിലൊക്കെ വീഡിയോ ക്യാമറ വെച്ച് കണ്ടിന്യൂസ് മോണിറ്ററിങ് നടത്തുന്നില്ലേ എന്നതുപോലെ ഈ പൊള്ളൂട്ടൻ്റ് റിലീസ് ചെയ്യുന്ന പൈപ്പ് ലൈനിൽ കണ്ടിന്യൂസ് ആയിട്ട് പൊള്ളൂട്ടൻ്റ് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. എന്നാൽ മാത്രം ഈ ശ്രീ നീലകണ്ഠനൊക്കെ പറഞ്ഞതുപോലെ സീറോ പൊള്ളൂട്ടൻ്റ് എന്ന് പറയുന്ന പരിപാടിയിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ കുറേ പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള വ്യവസായ സംരംഭങ്ങളുണ്ട്. അവർക്ക് പൊള്ളൂട്ടൻ്റ് ട്രീറ്റ് ചെയ്യണത് നഷ്ടമാണ്, അല്ലെങ്കിൽ അത് അവരുടെ ഉത്തരവല്ല. അവർക്ക് ആദായം എങ്ങനെ കൂടുതലുണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പൊള്യൂഷൻ ട്രീറ്റ്മെന്റ് നെഗ്ലക്ട് ചെയ്യുക, അവരുടെ ഉത്തരവാദിത്വം നെഗ്ലക്ട് ചെയ്യുന്നത് ഈ രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നു. വളരെ ഗുരുതരമായ സാഹചര്യമാണ്.